ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രവാസികൾ നോമ്പ് തുറക്കുന്നതും അതുപോലെ തന്നെ നാട്ടിലെ നോമ്പ് തുറയും ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയാൻ കാരണം, റിയാദിൽ ഞാൻ എത്തിയിട്ട് 8 മാസമായെങ്കിലും ഞാൻ പല പള്ളികളിലും നോമ്പ് തുറക്ക് ഇപ്രാവശ്യം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിലും ഒക്കെ നോമ്പ് തുറയിൽ പങ്കെടുത്തിട്ടുണ്ട്. കിറ്റ് വിതരണ സ്ഥലത്ത് പോയിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, പല തരത്തിലുള്ള കാഴ്ചകൾ, പല മനുഷ്യന്മാരും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പല ചെറുതും വലുതുമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പല അനുഭവങ്ങളായിരുന്നു ഇപ്രാവശ്യം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിലുള്ളത് അൽ റാജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്ജിദാണ്. ഏകദേശം ഒരു 4000-5000 ആളുകൾക്ക് ഭക്ഷണം അവർ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാരെ തന്നെ അവർ റമദാനിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പള്ളിയിലെ നോമ്പ് തുറ. കാരണം 30 ദിവസവും, ഏകദേശം ഞാനിത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നോമ്പ് ഒരു 24-നാണ്. പക്ഷേ നോമ്പ് 30 ദിവസം നല്ല ഭക്ഷണം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സും എല്ലാ സജ്ജീകരണങ്ങളോടും ആളുകൾക്ക് തൃപ്തിയാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്. പല പള്ളികളിലും പല രീതിയിലാണ്. കൂടുതലും പോയിട്ടുള്ളത് ഞങ്ങളുടെ കമ്പനി വകയിലുള്ള ഈ പള്ളിയിൽ തന്നെയാണ്. പക്ഷേ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നതും ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലൊരു ഉന്മേഷവും വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഒരുപാട് നമ്മൾ മലയാളികളായിട്ടുള്ള നമ്മളെ ആളുകളുടെ ഒരുപാട് നോമ്പ് തുറകൾ ഉണ്ടായിട്ടുണ്ട്. പല സംഘടനകളുടെ, PCWF എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനൻ്റെ, അതുപോലെ തന്നെ OICC എന്ന് പറഞ്ഞിട്ടുള്ളത്, KMCC എന്ന് പറഞ്ഞിട്ടുള്ളത്, കേളി, അങ്ങനെ ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒത്തൊരുമയോടെ, നമ്മുടെ നാട്ടിൽ പോലും ഈ രീതിയിലുള്ളൊരു ഒത്തൊരുമ കാണാൻ പറ്റാറില്ല സാധാരണ. വലിയ വലിയ പരിപാടികളൊക്കെയാണ് ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചിട്ട് എല്ലാ വർഷവും നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പെടുന്നതും ഈ കാഴ്ചകളൊക്കെ കാണുന്നതും. വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് സാധാരണ ഈ റമദാനിൽ ഇവിടെ ഉണ്ടാവുന്നത്. അത് നമ്മൾ മറ്റൊരു ചരിത്രത്തിലേക്ക് പോകുമ്പോൾ, മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഈ നാടിനെക്കുറിച്ചും ഇവിടുത്തെ നാട്ടുകാരെക്കുറിച്ചും പറയുന്നുണ്ട്. നമ്മളെ ആളുകളൊക്കെ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ റിയാദിൽ പല ഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ നേരിട്ട് കാണാനും ഒരുമിച്ച് കൂടാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് ഈ ഒരു നോമ്പ് തുറയിലൊക്കെ കിട്ടുന്നത്. വലിയ വലിയ പരിപാടികളൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ആളുകൾ എഫേർട്ട് ഇട്ടിട്ട് മുന്നിലും പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരം ഒരു അനുഭവം നമ്മുടെ ഷമീർക്ക, അങ്ങനെ കുറേ ആളുകളൊക്കെയാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മളെ നാട്ടിലെ സംരംഭകരും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളും സ്വന്തമായിട്ട് സ്ഥാപനങ്ങളുള്ള ആളുകൾ എല്ലാവരും കണ്ടറിഞ്ഞിട്ട് ഇത്തരം പരിപാടികളിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും അതിനുവേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുകയും ശാരീരികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കണ്ണിറയെ കാണാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളും ഇത്തരം പരിപാടികളിൽ പോകുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം അനുഭവിക്കാറുണ്ട്. ഇപ്പോൾ ഈ പരിപാടിയിൽ പോയപ്പോൾ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ എനിക്ക് കാണാൻ പറ്റി. അതൊക്കെ ശരിക്കും എനിക്ക് UAE-യും അതുപോലെ തന്നെ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ പോലുള്ള ഒരുപാട് അറേബ്യൻ രാജ്യങ്ങളിലുണ്ട്. അവിടെ ഒന്നും ഇത്തരത്തിലുള്ളൊരു കാഴ്ച കാണാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. ഇത്ര അധികം ജനങ്ങൾ, പരിപാടികൾ നടക്കുന്നുണ്ടാവും, ഇത്ര അധികം ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ള വലിയ വലിയ പരിപാടികളൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ UAE-യിലെ പ്രോഗ്രാമിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പോലും ഞാൻ ഇത്ര അധികം ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ദൃശ്യവും അതല്ല, പല പള്ളികളിലെയും ദൃശ്യങ്ങളുണ്ട് ഇതിൽ. പക്ഷേ ഇത് പകർത്തണം, ഇത് നാട്ടുകാരെ കാണിക്കണം, അല്ലെങ്കിൽ ഇതൊരു റെക്കോർഡ്, ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിത് പല സമയങ്ങളിലായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, അതായത് ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ള ആളുകൾ സ്വന്തമായിട്ട് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാമ്രാജ്യങ്ങളാണ് ഇവിടെ ചുറ്റും കണ്ടിട്ടുള്ളത്. അവരുടെ ത്യാഗം, അവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും ഒക്കെ മാറ്റി നിർത്തി ഒഴിവാക്കിക്കൊണ്ട് അവർ വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള സാമ്രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റും ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. അവരാണെങ്കിലോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു കൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് KMCC, ഇത് OICC-ൻ്റെ പ്രോഗ്രാമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സഹായങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ട്, അതുമാത്രമല്ല പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, അങ്ങനെ കുറേ
വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട്, കുറേ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പലതരത്തിലുള്ള സംഭാവനകളും കേരളത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രവാസികൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാടിൻ്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അത് ഇന്ന പാർട്ടിയുടെ എന്നില്ല, എല്ലാവരും മനസ്സറിഞ്ഞ് ഇത്തരം വീഡിയോകളും ഇത്തരം വിവരങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നമുക്ക് ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ചാനലും ഇത്തരമൊരു അവസരത്തിൽ ഇത്തരം വിഷയം സംസാരിക്കണമെന്ന് തോന്നി. ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ശരിക്കും സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒത്തൊരുമയും ഇത്തരം പരിപാടികളും ഇങ്ങനൊരു കൂട്ടായ്മയും ഒക്കെ മനസ്സിൻ്റെ ഒരു വിശാലത കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സിന് വിശാലതയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് മുഖാമുഖം കാണാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഒരു സംതൃപ്തി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.